നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വലിയ കള്ളന്മാരിൽ ഒരാളാണ് ആർ ചന്ദ്രശേഖരൻ എന്ന INTUC നേതാവ്. പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ തിരുട്ട് സംഘത്തിലെ പല നേതാക്കളെയും വെച്ച് നോക്കുമ്പോൾ അത്രയും വലിയൊരു കള്ളനല്ലെങ്കിലും ചന്ദ്രശേഖരൻ നടത്തിയ മോഷണവും തട്ടിപ്പും അങ്ങനെ അങ്ങ് മറക്കാൻ കഴിയില്ല. അതല്ല ചന്ദ്രശേഖരന് കൂടുതൽ വില്ലൻ വേഷം കൊടുക്കുന്നത്. ചന്ദ്രശേഖരൻ നാട് വെറുത്ത പിണറായി വിജയൻ്റെ തോളിൽ പോലും കൈയിട്ട് പിണറായിയുടെ വിശ്വസ്തനായി തൻ്റെ തട്ടിപ്പിന് മറയൊരുക്കി എന്നതാണ്. നീതിമാനെ ഉമ്മൻചാണ്ടിയെ ബലാത്സംഗ കേസിലും പ്രകൃതി വിരുദ്ധ ലൈംഗികാരോപണ കേസിലുമൊക്കെ പെടുത്തി ജയിലിലടയ്ക്കാൻ ശ്രമിച്ച പിണറായി വിജയൻ ചന്ദ്രശേഖരൻ്റെ തട്ടിപ്പിന് കൂട്ടുനിന്നു. ചന്ദ്രശേഖരനും പിണറായിയും ഭായിയായി കഴിഞ്ഞ 10 വർഷം മുമ്പോട്ട് പോയി. ചന്ദ്രശേഖരൻ നടത്തിയ മോഷണ കേസിൽ നിന്നും ചന്ദ്രശേഖരനെ രക്ഷിക്കാൻ പിണറായി ഏതറ്റം വരെ പോയി. 2005 മുതൽ 15 വരെയുള്ള 10 വർഷ കാലയളവിൽ ഏതാണ്ട് 500 കോടി രൂപയുടെ മോഷണമാണ് കശുവണ്ടി കോർപ്പറേഷൻ നടന്നത്. അതിന് നേതൃത്വം കൊടുത്തത് രതീഷ് എന്നു പേരുള്ള ഈ കാലയളവിൽ കശുവണ്ടി കോർപ്പറേഷന്റെ MD ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ രതീഷ് തന്റെ അളിയനായ ചന്ദ്രശേഖരെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കശുവണ്ടി കോർപ്പറേഷന്റെ ചെയർമാനാക്കാൻ നീക്കം നടത്തി വിജയിച്ചത് മോഷണം കുറച്ചുകൂടി ആധികാരികമാക്കാനാണ്. ഏതാണ്ട് 3.5-4 വർഷത്തോളം ചന്ദ്രശേഖരൻ രതീഷിനൊപ്പം ചേർന്ന് 500 കോടിയോളം രൂപയാണ് മോഷ്ടിച്ചത്. INTUCന്റെ നേതാവ് എന്ന നിലയിലായിരുന്നു ചന്ദ്രശേഖരന് ആ പദവിയിലെത്താൻ കഴിഞ്ഞത്. രതീഷ് ചുമതല ഏൽക്കുന്നത് വരെ കശുവണ്ടിയുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന കോട്ടയം കുറുപ്പന്തരക്കാരനായ ഒരു ജെയ്മോൻ ജോസഫ്, അദ്ദേഹത്തിൻ്റെ JMJ എന്ന കമ്പനി കശുവണ്ടി കോർപ്പറേഷന്റെ കശുവണ്ടി ഇറക്കുമതി കരാറുകാരനാവുന്നു. ഈ കരാറുകാരൻ ചന്ദ്രശേഖരനോടും രതീഷിനോടും ഗൂഢാലോചന നടത്തി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും നിലവാരം കുറഞ്ഞ കശുവണ്ടി വില കൂടുതൽ കൊടുത്ത് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് പരിപ്പാക്കി വില കുറച്ച് വിൽക്കും. അവിടെയും അഴിമതിയുണ്ട്. ഇത് വാങ്ങുന്ന കശുവണ്ടി വ്യാപാരികൾക്ക് മാർക്കറ്റിലുള്ളതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന സാഹചര്യം ഒരുക്കി കൊടുത്തു. അതായത് കശുവണ്ടി ആഫ്രിക്കയിൽ നിന്ന് വാങ്ങുന്നതിൽ അഴിമതി, ഇവിടെ വന്ന് പരിപ്പാക്കി കശുവണ്ടി വിൽക്കുന്നതിൽ അഴിമതി. അങ്ങനെ ഏതാണ്ട് 500 കോടിയോളം രൂപ അടിച്ചു മാറ്റി രതീഷും ചന്ദ്രശേഖരും ചേർന്ന്. മനോജ് കടകംപള്ളി എന്ന് പറയുന്ന ഒരു സാധുവായ പൊതുപ്രവർത്തകൻ, അയാളുടെ അപ്പനും അമ്മയും കശുവണ്ടി തൊഴിലാളികളായിരുന്നു. അവിടെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇടപെട്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി യൂണിയൻകാരാണ് ഈ തട്ടിപ്പിന് മുഴുവൻ കുടപിടിക്കുന്നതെന്ന്. അങ്ങനെ അയാൾ ഒറ്റയ്ക്ക് പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി പല സമരങ്ങളും നടത്തി അവരെ രക്ഷിച്ചെടുത്തതിൻ്റെ ഭാഗമായി ഈ അഴിമതി ശ്രദ്ധയിൽപ്പെടുകയും ഇതിനെതിരെ പരാതി കൊടുക്കുകയും ചെയ്യുന്നു. മനോജിനെ കോടികൾ കൊടുത്ത് വീഴ്ത്താൻ ചന്ദ്രശേഖരനും രതീഷും ശ്രമിക്കുന്നു. മനോജ് വഴങ്ങുന്നില്ല. അങ്ങനെ ഒടുവിൽ മനോജ് കൊടുത്ത പരാതികളിലെല്ലാം അന്വേഷണം നടക്കുകയും കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പുറത്തുവിട്ടത്. തുടർന്ന് മനോജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ധനകാര്യ വകുപ്പും വ്യവസായ വകുപ്പും പ്രത്യേക അന്വേഷണം നടത്തി. 2 അന്വേഷണ റിപ്പോർട്ടിലും അഴിമതി കണ്ടെത്തി. അഴിമതി വിവാദം ചൂടുപിടിച്ചപ്പോൾ പ്രത്യേക നിയമസഭാ സമിതിയെ അന്വേഷിക്കാൻ ഏർപ്പെടുത്തി. അവരുടെ അന്വേഷണത്തിലും അഴിമതി കണ്ടെത്തി. സംസ്ഥാന വിജിലൻസിന്റെ അന്വേഷണത്തിലും കോടികളുടെ അഴിമതി നടന്നു എന്ന് വ്യക്തമായി. പക്ഷെ എന്നിട്ടും ചന്ദ്രശേഖരനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ മാറി വന്ന സർക്കാരുകൾ ശ്രമിച്ചില്ല. ഉമ്മൻചാണ്ടി മാറി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ INTUC നേതാവായ ചന്ദ്രശേഖർ പിണറായി വിജയന്റെ സ്വന്തക്കാരനായി മാറി. INTUC എന്ന് പറയുന്ന പ്രതിപക്ഷ യൂണിയൻ പ്രവർത്തിച്ചത് കഴിഞ്ഞ 10 വർഷവും പിണറായിക്ക് വേണ്ടിയാണ്. ആ യൂണിയൻ ഒരു സമരവും നടത്തിയിട്ടില്ല, ഒരിക്കൽ പോലും പിണറായി വിമർശിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ആശാവർക്കർമാരുടെ അടക്കമുള്ള സമരം നടക്കുമ്പോൾ പിണറായിയുടെ നിലപാടെടുത്തുകൊണ്ട് INTUC പിന്തുണ കൊടുത്ത സമരക്കാർക്കെതിരെ. ഓർക്കണം, രമേശ് ചെന്നിത്തലയും VD സതീശനും ശശി തരൂരും അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇവിടെ സമരത്തിന് ആശാവർക്കർമാരെ പിന്തുണയ്ക്കുമ്പോൾ ചന്ദ്രശേഖരനും INTUCയും ആശാവർക്കർമാർക്കെതിരെ പിണറായിയെ പിന്തുണച്ചു. കാരണം പിണറായി പിണങ്ങിയാൽ കശുവണ്ടി അഴിമതി കോടതിയിലെത്തും. മനോജിന് നിരന്തരമായ പോരാട്ടത്തിനൊടുവിൽ CBI കേസെടുക്കുന്നു. സുപ്രീം കോടതി വരെ പോയി ആ കേസ് തടയാൻ ചന്ദ്രശേഖരൻ നടത്തിയ നീക്കങ്ങൾ പൊളിഞ്ഞു പോകുന്നു. CBI കേസന്വേഷണം ആരംഭിക്കുന്നു. 2-3 വർഷത്തെ അഴിമതി അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ ഏതാണ്ട് 5 വർഷമെടുത്തു. CBI അവിടെ അന്വേഷണം അവസാനിപ്പിക്കുന്നു. പരാതിക്കാരനോട് പറഞ്ഞു, 1 രൂപ മോഷ്ടിച്ചാലും 1 കോടി മോഷ്ടിച്ചാലും ഒക്കെ ഒരുപോലെയാണ്. ഈ ചന്ദ്രശേഖരന്റെ ആയുസ് കഴിഞ്ഞാലും അന്വേഷണം തീരില്ല. അങ്ങനെ 80 കോടിയുടെ മോഷണം കണ്ടുപിടിക്കുകയും CBI കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്യുന്നു. CBI കുറ്റപത്രത്തിനെതിരെ ചന്ദ്രശേഖർ താഴത്തെ കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയി പോരാട്ടം നടത്തുന്നു. എല്ലാ പോരാട്ടത്തിലും ചന്ദ്രശേഖരൻ പരാജയപ്പെടുന്നു. ഒടുവിൽ ചന്ദ്രശേഖരൻ രക്ഷിക്കാൻ പിണറായി ഒരു എളുപ്പവിദ്യ കണ്ടുപിടിക്കുന്നു. CBI കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതി വേണം. സർക്കാർ അതിന് വിസമ്മതിക്കുന്നു. അന്വേഷണം നടത്തി തെളിവ് കണ്ടെത്തി അഴിമതി ഉണ്ടെന്ന് തെളിഞ്ഞ ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ അനുമതിക്ക്
പിണറായി വിജയൻ വിസമ്മതിക്കുന്നു. മനോജ് വീണ്ടും കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാൻ ഉത്തരവിട്ടു. പക്ഷെ സർക്കാർ അനുമതി നിഷേധിച്ചു. 3 തവണ സിംഗിൾ ബെഞ്ച് അനുമതി കൊടുക്കാൻ പറഞ്ഞിട്ടും കേൾക്കാതെ വന്നപ്പോൾ വ്യവസായ വകുപ്പ് സെക്രട്ടറി മുഹമ്മദ് ഹനീഷിനെതിരെ കോടതിയലക്ഷ്യ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് ഹൈക്കോടതി. ഇതിനെതിരെ ചന്ദ്രശേഖരൻ നേരെ പോയത് സുപ്രീം കോടതിയിലാണ്, ഡിവിഷൻ ബെഞ്ചിൽ പോയില്ല. സുപ്രീം കോടതിയിൽ മനോജ് കവീറ്റ് സമർപ്പിച്ച് എതിർവാദം ഉന്നയിച്ചു. സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ ഡിവിഷൻ ബെഞ്ചിൽ പോകുമെന്ന്. ഡിവിഷൻ ബെഞ്ചിലേക്ക് കേസെത്തുന്നു. ഡിവിഷൻ ബെഞ്ച് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാനുള്ള നീക്കം തടഞ്ഞില്ല. പക്ഷേ മുഹമ്മദ് ഹനീഷിനെതിരെ കോടതിയലക്ഷ്യ കേസ് സ്റ്റേ ചെയ്തു. പക്ഷേ എന്നിട്ടും പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തില്ല. 10 വർഷത്തെ ദുർഭരണം അവസാനിപ്പിച്ച് പിണറായി വിജയൻ പോയി. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി എത്തി. മകനോടൊപ്പം വി ഡി സതീശനെ കണ്ട് പൂവും ഹാരവും ഒക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ച് തന്നെ സഹായിക്കണം എന്ന് ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു. INTUC യൂണിയന്റെ നേതാവായതുകൊണ്ട് വി ഡി സതീശന് മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. വി ഡി സതീശൻ ചന്ദ്രശേഖരന്റെ ഒരു പുതിയ പരിപാടിക്ക് ഉദ്ഘാടകനാകാം എന്നും സമ്മതിച്ചു. പക്ഷേ ഹൈക്കോടതിക്ക് എന്ത് വി ഡി സതീശൻ, എന്ത് പിണറായി വിജയൻ? കേസ് വീണ്ടും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലെത്തി. ഇന്നലെയായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ബദറുദ്ദീൻ കേസ് പരിഗണിച്ചത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നു എന്ന കള്ളവാദവുമായി ചന്ദ്രശേഖരന്റെ വക്കീലെത്തി. എന്നാൽ മനോജ് കടകംപള്ളിയുടെ വക്കീൽ പറഞ്ഞു പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാനുള്ള ആവശ്യം സ്റ്റേ ചെയ്തിട്ടില്ല, കോടതിയലക്ഷ്യ കേസ് മാത്രമാണ് സ്റ്റേ ചെയ്തത് എന്ന്. ഇതോടുകൂടി ജസ്റ്റിസ് ബദറുദ്ദീൻ ഇന്നലെ പറഞ്ഞു ഇനി നിങ്ങൾക്ക് 10 ദിവസം കൂടി തരും. ഈ 19-ാം തീയതിക്ക് മുമ്പ് അനുമതി കൊടുത്തേ മതിയാവൂ. അതിന് നിങ്ങൾ വിസമ്മതിച്ചാൽ പുതിയ കോടതിയലക്ഷ്യ കേസെടുക്കും. പഴയ കോടതിയലക്ഷ്യ കേസിനാണ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ കൊടുത്തിരിക്കുന്നത്. പുതിയ കോടതിയലക്ഷ്യ കേസെടുക്കാൻ തടസ്സമൊന്നുമില്ല. ഇവിടെയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ വെട്ടിലായിരിക്കുന്നത്. ഇപ്പോൾ കശുവണ്ടി വികസന വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ കയ്യിലാണ്. കശുവണ്ടി അഴിമതിയെക്കുറിച്ച് നല്ല ധാരണയുണ്ട് ഷിബു ബേബി ജോണിന്. അഴിമതിക്കാരനെ സംരക്ഷിക്കണം എന്ന ഒരാഗ്രഹവും ഷിബുവിനില്ല. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നതാണ് ഷിബുവിന്റെ നിലപാട്. എന്നാൽ പിണറായി വിജയൻ പോലും സംരക്ഷിച്ച ഒരു INTUC പ്രസിഡന്റിനെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സർക്കാർ സംരക്ഷിച്ചില്ലെങ്കിൽ അത് പാർട്ടിക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കില്ലേ എന്ന രാഷ്ട്രീയ ചോദ്യം വേട്ടയാടുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തനിക്കൊന്നും ചെയ്യാനില്ല, അത് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ, വ്യവസായ വകുപ്പ് തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് ഷിബു ബേബി ജോണിൻ്റെത്. വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുടെയും മുഖ്യമന്ത്രി വി ഡി സതീശന്റെയും കോർട്ടിലാണ് ഇപ്പോൾ ഈ പ്രോസിക്യൂഷൻ അനുമതി വിഷയം. ഈ കേസിൽ സർക്കാരിന് മുമ്പിലെത്തിയിരിക്കുന്ന ആദ്യത്തെ അപേക്ഷയാണ്. ഈ അപേക്ഷ 19-ാം തീയതിക്ക് മുമ്പ് അനുമതി കൊടുത്തില്ലെങ്കിൽ ഹൈക്കോടതി വ്യവസായ വകുപ്പ് സെക്രട്ടറിക്കെതിരെ കേസെടുക്കും. വ്യവസായ വകുപ്പ് സെക്രട്ടറി ബിജുവാണ്, മുൻ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ മകൻ. ആർ ചന്ദ്രശേഖരൻ കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്തു നിന്ന് മാറ്റിയപ്പോൾ തൽക്കാലത്തേക്ക് IAS-കാരൻ എന്ന നിലയിൽ ആ പദവി ഏൽപ്പിച്ചത് ബിജുവിനായിരുന്നു. അതുകൊണ്ട് തന്നെ ബിജുവിന് കശുവണ്ടി കോർപ്പറേഷന് അഴിമതിയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ബിജുവിനും അഴിമതിക്കാർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന നിലപാടാണ്. അതുകൊണ്ട് തന്നെ വ്യവസായ വകുപ്പ് സെക്രട്ടറി പണി മേടിക്കേണ്ടത് താനാണ്, അനുമതി കൊടുക്കണം എന്നാവശ്യപ്പെട്ട് വ്യവസായ മന്ത്രിയെ കാണുമെന്നാണ് റിപ്പോർട്ട്. ഇതാണ് ചന്ദ്രശേഖരനെ വെട്ടിലാക്കുന്നത്. യഥാർത്ഥത്തിൽ വെട്ടിലായത് ചന്ദ്രശേഖരനല്ല, വി ഡി സതീശൻ തന്നെയാണ്. പിണറായി വിജയൻ സംരക്ഷിച്ചിട്ടും വി ഡി സതീശൻ കഴിയില്ലേ എന്ന ചോദ്യമാണ് ചന്ദ്രശേഖരൻ ചോദിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഇച്ഛാശക്തിയുടെ പരീക്ഷണമായി ഇത് മാറുകയാണ്. പിണറായി വിജയൻ സംരക്ഷിച്ച അഴിമതിക്കാരനെ വി ഡി സതീശനും സംരക്ഷിക്കേണ്ടി വരുമോ, അതോ നിയമത്തിന് വഴിക്ക് പോകട്ടെ എന്ന നിലപാടെടുക്കുമോ എന്നറിയാൻ ഇനി 10 ദിവസം കൂടി കാത്തിരിക്കാം.